പെരുമാറ്റച്ചട്ടം അവസാനിക്കുന്നതോടെ കേരളത്തിന് അനുവദിച്ച മൂന്നാം വന്ദേ ഭാരത് വൈകാതെ സർവീസ് ആരംഭിച്ചേക്കും. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കഴിഞ്ഞ പുതിയ സർക്കാർ അധികാരമേൽക്കാനൊരുങ്ങുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടായേക്കും. മൂന്നാം വന്ദേ ഭാരത് റേക്ക് കൊല്ലത്തെത്തിയിട്ട് ആഴ്ചകൾ കഴിഞ്ഞെങ്കിലും ഇതുവരെയും സർവീസ് ആരംഭിച്ചിട്ടില്ല. മൂന്നാം NDA സർക്കാർ അധികാരമേൽക്കുന്നതോടനുബന്ധിച്ച് തന്നെ കേരളത്തിന് സമാനമായി മൂന്നാം വന്ദേ ഭാരത് സർവീസ് ആരംഭിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആദ്യമായി BJPക്ക് കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് ലഭിച്ച ഘട്ടം കൂടിയാണിത്. മൂന്നാം മോദി സർക്കാർ അധികാരമേൽക്കുമ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകാൻ സാധ്യതയേറെയുമാണ്. അങ്ങനെ വരുമ്പോൾ BJPക്ക് MPയെ നൽകിയ കേരളത്തിനുള്ള ആദ്യ സമ്മാനമായി തന്നെ BJPക്ക് ഇത് ഉയർത്തിക്കാട്ടാനാകും. നേരത്തെയുള്ള റിപ്പോർട്ടുകൾ പോലെ എറണാകുളം ബംഗളൂരു റൂട്ടിൽ തന്നെയാകും പുതിയ വന്ദേ ഭാരത് സർവീസ് നടത്തുക. കേരളത്തിൽ ആദ്യ വന്ദേ ഭാരത് എത്തുമ്പോൾ മുതൽ സർവീസിനായി ഉയർന്നുകേട്ട റൂട്ടുകളിൽ ഒന്നായിരുന്നു എറണാകുളം ബംഗളൂരു. ഇത്തവണ മറ്റു പല റൂട്ടുകളും ചർച്ചയായിരുന്നെങ്കിലും എറണാകുളം ബംഗളൂരുവിന് തന്നെയാണ് സാധ്യത. എറണാകുളം ബംഗളൂരു സർവീസിനെ കുറിച്ച് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടുമില്ല. കേരളത്തിലെ ജനങ്ങൾക്കെന്ന പോലെ കർണാടകയ്ക്കും ഈ സർവീസ് ഏറെ ഗുണം ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ നേട്ടമുണ്ടാക്കിയ BJPക്ക് ബംഗളൂരു നഗരത്തിലേക്ക് പുതിയ വന്ദേ ഭാരത് സർവീസ് ആരംഭിക്കുന്നത് അവിടെയും നേട്ടമാകും. എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് 9 മണിക്കൂറിനുള്ളിൽ എത്താൻ സാധിക്കുന്ന രീതിയിലാണ് സർവീസ് ഷെഡ്യൂൾ ചെയ്യുന്നത്. സമയക്രമം സംബന്ധിച്ച വിവരങ്ങൾ റെയിൽവേ പുറത്തുവിടും. നിലവിൽ 2 വന്ദേ ഭാരത് എക്സ്പ്രസുകളാണ് കേരളത്തിൽ സർവീസ് നടത്തുന്നത്. തിരുവനന്തപുരം, കാസർഗോഡ്, മംഗലാപുരം, തിരുവനന്തപുരം റൂട്ടുകളിലാണ് ഇവ. ഗോവ, മംഗളൂരു വന്ദേ ഭാരത് കേരളത്തിലേക്ക് നീട്ടുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇതുവരെയും ഉത്തരവ് ഇറങ്ങിയിട്ടില്ല. അതിനിടെ വന്ദേ ഭാരത് ട്രെയിനുകളെല്ലാം കൂടി ഇതുവരെ സഞ്ചരിച്ചത് 1.24 കോടി കിലോമീറ്ററാണ്. അതിനിടെ ഇന്ത്യൻ റെയിൽവേക്ക് പുതിയ വേഗം സമ്മാനിച്ചാണ് വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ആരംഭിച്ചത്. 2019 ഫെബ്രുവരി 15 തുടക്കം കുറിച്ച വന്ദേ ഭാരത് സർവീസുകൾ അതിവേഗം യാത്രക്കാർ ഏറ്റെടുത്തു. ഇപ്പോൾ 102 ട്രെയിനുകളാണ് വിവിധ റൂട്ടുകളിൽ സർവീസ് നടത്തുന്നത്. വന്ദേ ഭാരത് കൂടുതൽ ജനകീയമായ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളവും. ഓരോ റൂട്ടിലും കപ്പാസിറ്റിയോട് അടുത്തു നിൽക്കുന്ന യാത്രക്കാർ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുന്നുമുണ്ട്. ഏറ്റവും കൂടുതൽ സീനിയർ സിറ്റിസൺസ് ഈ ന്യൂജൻ സർവീസിനെ ആശ്രയിക്കുന്നതും കേരളത്തിലാണ്. ദേശീയ ശരാശരിയുടെ 15.7% മുതിർന്ന പൗരന്മാരിൽ കേരളത്തിന്റെ സംഭാവന. സുരക്ഷിതത്വവും കൂടുതൽ യാത്രാസുഖവുമാണ് വന്ദേ ഭാരതിലേക്ക് മുതിർന്ന പൗരന്മാരെ ആകർഷിക്കുന്ന ഘടകങ്ങൾ. വന്ദേ ഭാരത് ട്രെയിനുകൾ ഇതുവരെ 18,423 സർവീസുകൾ നടത്തിയതായി റെയിൽവേ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. കൂടുതൽ റൂട്ടുകളിലേക്ക് സർവീസ് വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് റെയിൽവേ. ഇതിനൊപ്പം വന്ദേ മെട്രോയും അടുത്തു തന്നെ ട്രാക്കിലിറങ്ങും. 26 മുതൽ 45 പ്രായത്തിലുള്ളവരാണ് വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുന്നവരിലേറെ. മൊത്തം യാത്രക്കാരുടെ 45.9% വരും ഇത്. യാത്രക്കാരിൽ 61.7% പുരുഷന്മാരാണ്. ജാർഖണ്ഡിലാണ് കൂടുതൽ പുരുഷന്മാർ യാത്ര ചെയ്തത്. സ്ത്രീ യാത്രക്കാരുടെ ശതമാനത്തിൽ മുന്നിലുള്ളത് ഗോവയാണ്, 42%. റെയിൽവേയുടെ എല്ലാ സേവനങ്ങളും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്ന സൂപ്പർ ആപ്പ് ഈ മാസം പുറത്തിറക്കുമെന്നാണ് റിപ്പോർട്ട്. യാത്രക്കാർക്ക് എല്ലാ ട്രെയിൻ സേവനങ്ങളും ഒരു ആപ്പിൽ തന്നെ ലഭിക്കുമെന്നതാണ് സൂപ്പർ ആപ്പിന്റെ പ്രത്യേകത. രാജ്യത്തോടുന്ന എല്ലാ ട്രെയിനുകളുടെയും ട്രാക്കിംഗ്, ടിക്കറ്റ് ബുക്കിംഗ്, ഫുഡ് ഓർഡർ, റീഫണ്ടിംഗ് ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള സേവനങ്ങളും ഉൾപ്പെടുത്തിയുള്ളതാകും പുതിയ ആപ്പ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.